ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇന്ന് കമ്പത്തെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കമ്പത്തെ തന്നെയുള്ള ജെനിസ് ഗ്രേപ്സ് ഗാർഡനിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവരുടെ തന്നെ ഒരു ബേക്കറി ഷോപ്പൊക്കെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മുന്തിരിയുടെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ കിട്ടും. മുന്തിരി ടീയും അടങ്ങിയിട്ടുള്ള പലതുണ്ട്. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കുറച്ച് പാർക്ക് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ മെയിനായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് മുന്തിരി പറിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ കയറിയപ്പോൾ തന്നെ വൈൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് MSR ഗ്രേപ്പ് ഗാർഡനിലാണ്. അത് ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അത് രണ്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ കയറുന്നതിനും ഇവിടെ കയറുന്നതിനും ഇപ്പോൾ എവിടെ മുന്തിരിത്തോട്ടത്തിൽ കയറുന്നതിനും എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആണ്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്നും കാണാൻ മറക്കല്ലേ. ഇവിടെ ഇങ്ങനെ നമ്മളെപ്പോലുള്ള സന്ദർശകർക്ക് നടക്കാനൊക്കെ ആയിട്ട് ഒരു വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള മുന്തിരിത്തോട്ടങ്ങളിലൂടെയൊക്കെ നമുക്ക് നടക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ പറിക്കാൻ പാടില്ല. പറിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപയാണ് കേട്ടോ ഫൈനായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ ഭയങ്കര തിരക്കുണ്ടാവുന്ന കരുതിയിട്ടാണ് വന്നത്. പക്ഷേ അത്രയും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ജെനിസ് ഗ്രേപ്സ് ഗാർഡൻ കുറേ ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന ഒരു ഗാർഡനാണ് കേട്ടോ. പിന്നെ പല സിനിമ ഷൂട്ടിങ്ങുകളും ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആഗതൻ ഫിലിമിലെ മുന്തിരിപ്പൂവിൻ വർണ്ണജാലം എന്നുള്ള ദിലീപിൻ്റെ ഒക്കെ ആ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു മുന്തിരി തോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വൈൻ ഇങ്ങനെ ഒരു കുപ്പിക്കകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറിച്ച് വെച്ചിട്ടുള്ള മുന്തിരികളൊക്കെ കണ്ടു. അപ്പോൾ അവിടുന്ന് വൈനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടോ. ബോട്ടിലുള്ള വൈൻ അത് വെളിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നിന്നുള്ള ഫ്രഷ് പറിച്ചിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള വൈൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ വൈൻ വാങ്ങി കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലൂടെ ഇങ്ങനെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് എത്ര എടുത്തിട്ടും മതി വരാത്ത രീതിയിലുള്ള അത്രയും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ മുന്തിരിക്കുലകളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു ചേച്ചി മുന്തിരി ജ്യൂസ് ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മുന്തിരി ടേസ്റ്റ് നോക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ മുന്തിരി ജ്യൂസിന് പറഞ്ഞു കേട്ടോ. ഇവിടെ എന്താണ് നമ്മൾ ബൈക്ക് യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് മുന്തിരി വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വാങ്ങിക്കാതെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഇതില്ല വേറെ அப்புறம் பச்சை முந்திரி இருக்குல்ல அது இல்லையா கிரீன் இங்க இல்ல சுருளி பெட்டி அங்க சுருளி ஃபால்ஸ் இருக்கு அங்க இருக்கா அங்க உள்ள ஏறலாமா அது எல்லாத்துக்கும் போய் காண வேண்டியது അവിടെ പച്ച മുന്തിരി போன வழியிலே இருக்குமா பரவாயில்லை
അങ്ങനെ നമ്മൾ ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മുന്തിരിനെക്കാട്ടിലും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇവിടുത്തെ മുന്തിരിക്കുള്ളതായിട്ട് തോന്നിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് ഗൂഗിൾ പേയിൽ പൈസ ഒക്കെ കൊടുത്ത ശേഷം അവിടുന്ന് പിന്നെ ഇറങ്ങി. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സുരുലി ഫാൾസിലേക്കാണ്. നമ്മൾ ചെന്ന ദിവസത്തെ ഒരു ക്ലൈമറ്റ് ഒരു മഴ പെയ്യാറായി നിൽക്കുന്ന തരത്തിലായിരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകളും പ്രകൃതി ഭംഗികളും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു ഗ്രാമപ്രദേശമാണ്, അപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ സൈഡുകളിലായിട്ട് ഇഷ്ടംപോലെ മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു വഴി ചോദിച്ചാണ് ചേട്ടനോട്. അപ്പോൾ പിന്നെ ചേട്ടനും ഇവിടെ ഒരു മുന്തിരിത്തോട്ടം ഉണ്ട്, വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടോ. ചേട്ടൻ വെളിയിൽ മുന്തിരിയും ചക്ക പിന്നെ മുന്തിരിയുടെ തൈയൊക്കെ വിൽക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി. ഇവിടെ മുന്തിരികൾ ഒത്തിരി ഇല്ല, കാരണം അതൊക്കെ പറിച്ച് കഴിഞ്ഞ് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ചെന്ന പാടെ തന്നെ ചേട്ടൻ അവിടെ നിന്ന് ഒരു മുന്തിരിക്കോല പറിച്ച് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നു കേട്ടോ. മറ്റുള്ള ഗാർഡനിലൊക്കെ പോയപ്പോൾ മുന്തിരിക്കൊല വെച്ച് പോസ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ പറ്റാത്തതിന് സങ്കടം ഞാൻ ഈ ഒരു കൊല വെച്ചിട്ട് ഇവിടെ തീർക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ മുന്തിരി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 5ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഇവിടുന്ന് തിരിച്ച് ചെന്നൈ വരെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ബൈക്ക് യാത്ര ആയതുകൊണ്ട് മുന്തിരി വാങ്ങിയ പണി കിട്ടുന്നുള്ളതുകൊണ്ടാണ് വാങ്ങാതിരുന്നത്. പക്ഷേ ഈ ചേട്ടൻ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചു ഗൈസ്. എന്തായാലും ഇദ്ദേഹത്തിന് നല്ല കച്ചവട തന്ത്രം അറിയാം കേട്ടോ. വാങ്ങുന്നില്ല എന്ന് നമ്മളിങ്ങനെ വിചാരിച്ച് നിൽക്കരുത്, പക്ഷേ നമ്മളെ കൊണ്ടും വാങ്ങിപ്പിച്ചു. വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് കഴിച്ചോളം പറഞ്ഞിട്ട് അവിടെ നിന്ന് മുന്തിരി കഴുകിയൊക്കെ തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും ഇന്നത്തെ ദിവസം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൊണ്ട് നടക്കാം. എന്തായാലും വീട് വരെ എത്തുമ്പോഴേക്കും ഇതാകെ കേടാവുമെന്നറിയാം. അങ്ങനെ വളരെ കുറച്ച് മാത്രം വാങ്ങി. അങ്ങനെ നമ്മൾ പിന്നെ സുരുളി ഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിയിലൊക്കെ തന്നെ ഈ പച്ച ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് മുന്തിരിത്തോട്ടങ്ങൾ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ സുരുളി ഫാൾസിൻ്റെ അടുത്തേക്ക് എത്തി. അവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയയിൽ ബൈക്കൊക്കെ വെച്ചു. അപ്പോൾ അവിടെ ധാരാളം ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. അവിടെ നിന്നൊരു സോഡ നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടോ സുരുളി ഫാൾസ് വെച്ചപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ വെള്ളം കുറവാണെന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ്. പക്ഷേങ്കിൽ പോയി നോക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അവിടെ 2 സൈഡിലായിട്ട് കുറേ ഐറ്റംസൊക്കെ കഴിക്കാനും വാങ്ങാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മളിവിടെ കടകളിലൊന്നും കയറുന്നില്ല. അങ്ങനെ മെയിൻ എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. ധാരാളം കുരങ്ങന്മാരുണ്ട്, കോഴികളുണ്ട്. അതിനിടയ്ക്ക് പാർക്കുണ്ട്. അപ്പോൾ പാർക്കിലൊക്കെ കളിക്കുന്ന ധാരാളം പേരുണ്ട് കേട്ടോ. വെള്ളമില്ല, പാറ മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോഴത്തെ കാര്യമാണ് ആ കേട്ടത്. ടിക്കറ്റ് തരുന്ന ആൾക്ക് ഭയങ്കര മടി, കാരണം ഒട്ടും വെള്ളമില്ല, പാറ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എനിക്കത് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെ ഏതായാലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് നടന്നിട്ട് ഒരു കാടിനുള്ളിൽ കൂടെ കുറേ നേരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് പോകുമ്പോൾ എൻ്റെ ചിന്ത ഒരു ലേശെങ്കിലും വെള്ളം ഉണ്ടാവണേ ഈശ്വര, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്നുള്ള രീതിയിൽ വഴക്ക് കേട്ടാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറേ പടികളൊക്കെ കയറി മുകളിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ താഴെ നിന്നൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ അരുവി പോലെയൊക്കെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും മുകളിലേക്ക് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണിൽ കൂടെ പൊന്നിച്ച പാറിപ്പോയി തുള്ളി വെള്ളം ഇങ്ങനെ ഇറ്റുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിലും കുളിക്കാനായിട്ട് കുറേ പേര് ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊരു പൈപ്പ് പൊട്ടി പോകുന്നുണ്ട്, അതിൽ ഇതിനേക്കാൾ വെള്ളമുണ്ട്. വെള്ളം കുറവാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം നമ്മൾ വന്നിട്ടുള്ളത് മഴക്കാലത്തല്ലല്ലോ. പിന്നെ ടിക്കറ്റ് തരുന്ന ആൾക്കും മടിയായിരുന്നു ഇവിടുത്തെ അവസ്ഥ അറിയുന്നുണ്ട്. പക്ഷേങ്കിൽ വന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നു, കണ്ട് സന്തോഷമായി. പിന്നെ ഒരു കുരങ്ങനും അതിൻ്റെ കുഞ്ഞും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു.
ചെന്ന സ്ഥിതിക്ക് അവിടുന്ന് 2 ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമ്മൾ പോകുന്നുട്ടോ. തിരിച്ചു പോരുമ്പോൾ നല്ല മഴ കിട്ടി, അതുകൊണ്ട് തന്നെ ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എവിടെയോ എത്തി. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കയറിയിട്ട് സൂപ്പും ചിക്കൻ ബിരിയാണിയും കഴിച്ചു. ഞാൻ കഴിക്കാൻ വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിയാറായപ്പോൾ കെട്ടിയും വെളിയിൽ പോയിരുന്നു ഭയങ്കര വർത്തമാനമാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വെളിയിലിറങ്ങി നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. അപ്പോൾ ഇന്ന് തന്നെ ഒറ്റ ലോങ് പിടിക്കണോ അത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണോ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കെട്ടിനെ കാണാനില്ല. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയിട്ട് ലൈം ടീ കുടിക്കുന്നു. അതായത് എനിക്ക് തരാതെ കുടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ തേടിപ്പോയി വാങ്ങിച്ചു കുടിച്ചു. അങ്ങനെ ആയാൽ ശരിയാവത്തില്ലല്ലോ. ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം ഇത് കുടിച്ചപ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നൈയിലേക്കുള്ള യാത്ര പിന്നെയും തുടർന്നു. രാത്രി 7:30 വരെ ബൈക്ക് ഓടിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ് എന്തുകൊണ്ടോ അന്ന് എടുത്തില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് പിന്നെയും ബിരിയാണിയൊക്കെ തന്നെ വാങ്ങിച്ച് കഴിച്ചു. ആ സമയത്ത് ഞാൻ വീഡിയോ ഇടുന്ന ചെറിയൊരു തിരക്കിലാണ്. കാരണം നമ്മൾ യാത്രയ്ക്കിടയിലും റേഞ്ച് ഉള്ള സ്ഥലമാണെങ്കിൽ എന്തായാലും ഞാൻ എൻ്റെ കറക്റ്റ് ടൈമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ യാത്ര പോകുന്നതിനിടയ്ക്കും അതൊന്നും ആർക്കും മനസ്സിലാവാത്തത്. കാരണം കണ്ടിന്യൂസ് എന്നും വീഡിയോസ് വന്നുകൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ അതിന് ശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ വീട്ടിലങ്ങനെ എത്തിയിരിക്കുകയാണെങ്കിൽ 5-6 ദിവസത്തെ നമ്മുടെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ വീട്ടിലെത്തി. ചൂടത്തുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ 5-6 ദിവസം കൊണ്ട് ആകെ കുരഞ്ഞ് പരുവായിട്ടുണ്ട്. അങ്ങനെ ഏതായാലും നമ്മൾ വീട്ടിലെത്തി വളരെ സന്തോഷമായി, ആശ്വാസമായി, കുഴപ്പങ്ങളൊന്നും കൂടാതെ നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഇനി ഇത്രയും ദിവസം അടച്ചു പൂട്ടിയിട്ടുണ്ട്. വീടിനകത്ത് കയറിയാൽ ഇഷ്ടം പോലെ പണികളാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം യാത്രയുടെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.